നമസ്കാരം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതിന് പിന്നാലെ അത് മറികടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത് ഇറാൻ. ഇതോടെ എണ്ണക്കപ്പലുകൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയെന്നാണ് വിവരം. ശനിയാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതായി 3 ഷിപ്പിംഗ് സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കപ്പലുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് വ്യക്തമല്ല. ശത്രുക്കൾക്ക് പുതിയ കൈപ്പേറിയ പരാജയങ്ങൾ സമ്മാനിക്കാൻ ഇറാന്റെ നാവികസേന തയ്യാറാണെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി ടെലിഗ്രാമിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. US ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കൈകാര്യം ചെയ്തിരുന്ന ഈ സുപ്രധാന പാതയിൽ കർശനമായ സൈനിക നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ വലിയ നീക്കമെന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകളുടെ സംഘം വെടിവെപ്പുണ്ടായതോടെ ചിതറിമാറിയതായി വെസൽ ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക വിസമ്മതിച്ചതിനെ തുടർന്ന് കടലിടുക്ക് വീണ്ടും അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. വെടിനിർത്തൽ കരാർ തകർന്നാൽ വീണ്ടും ബോംബുകൾ വർഷിക്കാൻ തുടങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടൺ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും അതിനാൽ കടലിടുക്ക് വീണ്ടും അടച്ചതായും ഇറാന്റെ സെൻട്രൽ മിലിറ്ററി ആസ്ഥാനത്തെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ IRIB റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി മുതൽ ഈ പാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. 8 എണ്ണക്കപ്പലുകൾ കടലിടുക്ക് കടന്നുപോയതിന് പിന്നാലെ പാത പൂർണ്ണമായി തുറന്നുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും അടച്ചത്. വെള്ളിയാഴ്ച കടലിടുക്ക് തുറന്നതായിട്ടുള്ള പ്രഖ്യാപനം ആഗോള വിപണിയിൽ ആശ്വാസമുണ്ടാക്കുകയും എണ്ണവില കുറയുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ നീക്കത്തോടെ വിപണി വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. ഇറാനുമായി ഒരു കരാറിലെത്തുന്നതുവരെ തങ്ങളുടെ നാവിക ഉപരോധം തുടരുമെന്ന ട്രംപിന്റെ ഉറച്ച നിലപാടാണ് ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചത്. ഉപരോധം തുടർന്നാൽ പാത വീണ്ടും അടയ്ക്കുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഇപ്പോഴും പരിഗണനയിലുണ്ടെന്നും വെടിനിർത്തൽ നീട്ടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ട്രംപ് ആവർത്തിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച ട്രംപിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ച് ഇറാൻ രംഗത്ത് വന്നിരുന്നു. അനാവശ്യമായ ആവേശം നിയന്ത്രിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റി നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെ നിശിതമായ ഭാഷയിലാണ് സിംബാബ്വേയിലെ ഇറാനിയൻ എംബസി തള്ളിക്കളഞ്ഞത്. സിംബാബ്വേയിലെ ഇറാനിയൻ എംബസി ട്രംപിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: 1. അമിത സന്തോഷം പ്രകടിപ്പിക്കാതെ കുറച്ച് അന്തസ്സ് കാണിക്കുക. 2. ഹോർമുസ് കടലിടുക്കിലെ പുതിയ നിയമക്രമത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഞങ്ങളത് പരിഹരിക്കും. 3. ഫോൺ ഓഫാക്കി റിലാക്സ് ചെയ്യൂ. പുതിയ പോസ്റ്റുകളൊന്നും വേണ്ട, ഒരാഴ്ചത്തേക്ക് BBA ബ്ലോക്ക് ചെയ്യൂ. 4. ലഘുവായി അത്താഴം കഴിച്ച് നന്നായി ഉറങ്ങൂ എന്നാണ് പരിഹാസ രൂപേണയുള്ള കുറിപ്പ്. അതിനിടെ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി 13,800 കോടി രൂപയുടെ സോവറിൻ മാരിടൈം ഫണ്ട് രൂപീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്കടക്കം കപ്പൽ ഗതാഗതം കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരം യുദ്ധ സാധ്യതയുള്ള മേഖലകളിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് വൻതോതിൽ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുകയോ ഇൻഷുറൻസ് നിഷേധിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇത് പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ സ്വന്തം നിലയിൽ ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേന നിരന്തരമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ സങ്കല്പിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ധന ഇറക്കുമതിയെ ബാധിക്കാത്ത രീതിയിൽ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു.